എൻ്റെ ആദ്യത്തെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള ജെല്ലി ലോർഡ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിനെ ഞാൻ ബെൻഡനിൽ നിന്ന് കോപ്പി അടിച്ചതാണോ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും തോന്നിയിട്ടുണ്ട്. നമ്മൾ ജെല്ലി ലോർഡ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിനെ ഞാൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഈ രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജെല്ലി രൂപത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അതായത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലുക്കില്ലാത്ത ഈ ജെല്ലി എന്ന് പറഞ്ഞ സാധനം നമ്മളൊരു എന്തെങ്കിലും ഒരു ഷേപ്പുള്ള ഇതിലൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പിലേക്ക് അത് മാറും. അത്തരത്തിലുള്ളൊരു ഏലിയനാണ് ബെൻഡൻ്റെ ഗൂപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ഒരു ഏലിയൻ എന്ന് പറയുന്നത് ഒരു തരം ലിക്വിഡ് പോലെയാണ്. എവിടെയെങ്കിലും നമ്മൾ വല്ല വെള്ളമൊക്കെ ഒഴിക്കുന്ന പോലെ അവിടെ ഇങ്ങനെ ബ്ലെൻഡായി കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ സ്റ്റിക്കി ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഒരു ഏലിയനാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് ബെൻഡൻ്റെ ഗൂപ്പ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഈ ഒരു ക്യാരക്ടർ ജെല്ലി ലോഡിലേക്ക് വരുന്ന സമയത്ത് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു ജെല്ലിയാണ്. ഈ ഒരു ജെല്ലി എന്ന് പറയുന്നത് ഒരു ഹോട്ടായിട്ടുള്ള ഭയങ്കര ചൂടുള്ള ഒരു ടൈപ്പ് ഒരു ജെല്ലിയാണ് ഈ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ. പിന്നെ ഇതൊരു ഏലിയൻ അല്ല, ഇതൊരു ഹ്യൂമൺ ആണ്. ഒരു ഹ്യൂമൻ ക്യാരക്ടറിന് കിട്ടിയ ഒരു പവറാണ് ജെല്ലി ലോഡിന്റെ ഈ ഒരു പവർ. അത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ കോമിക്കിലുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്തും ഇതിന്റെ കളർ പാലറ്റ് ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്തും ഈ ഗ്രീൻ ആയിട്ടുള്ള ഒരു കളർ പാലറ്റ് ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഞാൻ ഇത് ചെയ്യുന്ന സമയത്തും എനിക്ക് ഈ ഒരു ഗൂപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നല്ലപോലെ അറിയാം. അതെൻ്റെ മനസ്സിലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്യാരക്ടർ തമ്മിൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. ഇവർ തമ്മിൽ രണ്ടും രണ്ട് ദിക്കിൽ കിടക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഈ ജെല്ലി ലോഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സെപ്പറേറ്റ് ഒരു പവർ തന്നെയുണ്ട്. പക്ഷേ ഗൂപ്പ് എന്ന് പറഞ്ഞ ഏലിയന് അങ്ങനെ ഒരു പവർ അല്ല. ആ ഒരു മൊത്തത്തിൽ ജെല്ലി ആയിട്ട് അല്ലെങ്കിൽ ലിക്വിഡായിട്ട് സ്റ്റിക്കി ആയിട്ട് ഈ വില്ലന്മാരുടെയൊക്കെ പുറത്തൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ഒരു തരം ലിക്വിഡ് പോലത്തെ ഒരു ക്യാരക്ടർ അല്ലേ. പക്ഷേ എൻ്റെ ഈ ഒരു ജെല്ലി ലോഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ടോറസ് എന്ന് പറഞ്ഞ ഒരു ഹ്യൂമണ് ഇങ്ങനെ ഒരു പവർ കിട്ടുന്നതാണ്. അല്ലാതെ ഇതിങ്ങനെ ജെല്ലി ആയിട്ട് ഇങ്ങനെ തറയിൽ വീഴുന്ന കിടക്കുന്ന ഒരു ടൈപ്പ് ഒരു ഹ്യൂമൻ ക്യാരക്ടർ അല്ല. പക്ഷേ ഈ ക്യാരക്ടറിൻ്റെ ഒരു ബോഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഈ തരത്തിലൊരു ഹോട്ട് ജെല്ലി, ആ ഒരു ക്യാരക്ടറിന് ആ ഒരു പവർ കിട്ടുന്നത് അതിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോട്ട് ജെല്ലി എന്ന് പറയുന്ന ഒരു കൺസിസ്റ്റൻ്റ് ഒരു സാധനം, ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവമാണ് ഈ ക്യാരക്ടറിൻ്റെ ബോഡിയിലൊക്കെ വന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ജെല്ലി ലോഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തെടുത്തത്. ഈ ബെൻഡനിലെ ഗൂപ്പ് എന്ന് പറഞ്ഞ ഏലിയനെ ഇൻസ്പയർഡ് ആയിട്ടാണോ ഞാൻ ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ക്യാരക്ടർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു രൂപം ഏകദേശം ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഹ്യൂമണും അതൊരു ഏലിയനുമാണ്. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലുള്ള നമ്മളെ ഫസ്റ്റ് ഇഷ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് ക്യാരക്ടറും രണ്ട് ദിക്കിലുള്ള ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചായിട്ടുണ്ടായിരുന്നത് ഞാൻ ജെല്ലി ലോഡിൻ്റെ ബാക്ക് സ്റ്റോറി റൈറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു. കാരണം ഈ ഒരു ക്യാരക്ടറിനെ എനിക്ക് വർക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ ഇതിനൊരു കറക്റ്റായിട്ട് ഈ രൂപത്തിലേക്ക് ഇത് എത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ ഇങ്ങനൊരു രൂപത്തിലേക്ക് ഇതാവാൻ ഒരു കാരണം വേണമല്ലോ. അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നതെന്നുള്ളതിനൊരു ബിലീവബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി വേണമല്ലോ. ഈ ടോറസ് എന്ന് പറയുന്ന ഒരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് ബോയ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് ഇങ്ങനൊരു പവർ അല്ലെങ്കിൽ ഈ ഒരു സാധനം എങ്ങനെ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പവർ എത്തിപ്പെടുന്നു എന്നുള്ളത് ആ ഒരു രീതിയിൽ റൈറ്റ് ചെയ്തെടുക്കാനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ച്. ഇപ്പോൾ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് എനിക്ക് ആ ഒരു ഞാൻ യൂസ് ചെയ്ത ആ ഒരു എലമെൻറ്റ് ഇതിലേക്ക് വരുന്ന ആ ഒരു സമയം വരെ എനിക്കിതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ആ ഒരു സാധനം വെച്ച് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഇത് ഇൻസ്പയർഡ് ആയി എന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ മുമ്പ് കുട്ടിക്കാലത്തെ കഴിച്ചിട്ടുള്ള ഒരു തരം സ്വീറ്റ്സ് ഉണ്ട്. ഒരു ജെല്ലി പോലെ ഇരിക്കും, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു കവറിൽ പല പല കളേഴ്സിൽ ഫ്രണ്ട് സീൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഇരിക്കുന്ന ഒരു സംഭവം, അങ്ങനത്തെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു. അത് പല പല കളേഴ്സിലുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് സത്യത്തിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സൂപ്പർ ഹീറോയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ജെല്ലി എന്നുള്ള പേര് തന്നെ വന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ടൈപ്പ് ഒരു ജെല്ലി അല്ല ഞാൻ മനസ്സിൽ കണ്ടത്. അത് നമ്മളുടെ ഈ ഒരു ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കോമിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ജെല്ലിയുടെ രൂപം കാണുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അത് നിങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാധനം ഇതുമായിട്ട് സിമിലാരിറ്റി ഫീൽ ചെയ്യും. ആ ഒരു ഷേപ്പിലുള്ള ഒരു ജെല്ലി മുമ്പ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് ഇതിൽ പല വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലെയർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടോറസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ സെപ്പറേറ്റ് ഒരു ഹ്യൂമൻ ക്യാരക്ടറാണ്. അപ്പോൾ ആ ടോറസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സെപ്പറേറ്റ് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതുപോലെ തന്നെ ഈ ജെല്ലി ലോഡ് എന്ന് പറഞ്ഞ സൂപ്പർ ഹീറോ ആയിട്ട് മാറിയതിന് ശേഷം ഈ ജെല്ലി ലോഡ് എന്ന് പറഞ്ഞ ഈ സൂപ്പർ ഹീറോയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പവർ അത് എങ്ങനെ ക്രിയേറ്റ് ആയി എന്നുള്ളതൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണ്, ഒരു ബാക്ക് സ്റ്റോറിയാണ്. അതൊക്കെ നമ്മുടെ വരും ഇഷ്യൂസിലൊക്കെ ആ കാര്യങ്ങളും കൂടെ കുറച്ചും കൂടി റിവീലായി വരും. ആ ഒരു രീതിയിൽ രണ്ടും രണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ആദ്യം ടോറസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ടോറസ് എന്ന ക്യാരക്ടറിലേക്ക് തന്നെ ഈ പവർ കൊടുക്കാം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി അല്ല ഞാൻ ഈ ഒരു പവർ എന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും രണ്ടായിട്ടാണ് ചെയ്തത്. ആദ്യം ടോറസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനല്ലായിരുന്നു ഈ ഒരു
ജെല്ലി ലോഡ് എന്നുള്ള പവർ കിട്ടുന്നത് വേറൊരു ക്യാരക്ടറിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓരോ ബോഡിയിലും ഈ പവർ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടാവാം. ഇതുപോലെ തന്നെയാണ് എൻ്റെ പല ക്യാരക്ടേഴ്സ്. എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സുകളുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സുകൾക്കും ഇതുപോലെ പല പല എലമെൻസിൽ നിന്ന് ചെറിയൊരു തോട്ട് കിട്ടിയിട്ട് ആ തോട്ട് വെച്ചിട്ടാണ് ഞാൻ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ പെട്ടെന്ന് എനിക്കൊരു ക്യാരക്ടർ തോന്നി അതിനെ ഞാൻ വരച്ചെടുക്കുക അല്ല ചെയ്യുന്നത്. ഇവർക്കെല്ലാം ഒരു കറക്റ്റായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറിയും ഇവരെങ്ങനെയാണ് ഇങ്ങനെ ആയെന്നുള്ളത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കോമിക്കിലൂടെ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒരു കോമിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് പല ഇഷ്യൂസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ ഇഷ്യൂ ഇറങ്ങുമ്പം ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഈ പറയുന്ന റിയൽ ആയിട്ടുള്ളത് എന്താണ്, അവരെന്തായിരുന്നു, എങ്ങനെ കിട്ടി പവർ എന്നുള്ളതൊക്കെ എല്ലാം ഇതിലൂടെ വരും. പിന്നെ സൂപ്പർ ഹീറോസ് മാത്രമല്ല, പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് നമ്മളുടെ ഈ ഒരു ലോറൈ എന്ന് പറഞ്ഞ വേൾഡിനകത്തുണ്ട്. ഫസ്റ്റ് ഇഷ്യൂവിൽ ജെല്ലി ലോഡിൻ്റെ ബാക്ക് സ്റ്റോറിയാണ്, ഒറിജിനാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഇഷ്യൂ നമ്മൾ അനൗൺസ് ചെയ്തു. പല കാര്യങ്ങളും ഇങ്ങനെ ഓരോ ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മളത് റിവീൽ ആയിക്കൊണ്ടേയിരിക്കും. മലയാളത്തിലെ ആദ്യം മൾട്ടിവേഴ്സ് കോൺസെപ്റ്റിലുള്ള കോമിക്സ് ആയ ലോറൈ കോമിക്സ്, അതിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ ആയിട്ടുള്ള ജെല്ലി ലോഡ് മലയാളം എക്സ്പ്ലനേഷൻ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒരു കോമിക്ക് സ്റ്റാർട്ട് ടു പബ്ലിഷ് വരെ എത്തിച്ചത് എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് രണ്ടും ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്യൂ 2-നായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.